ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് രാവിലത്തെ അടിച്ചുവാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വെള്ളയപ്പമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അരിയും ചോറും തേങ്ങയും അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒക്കെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ എന്താ അതിനുള്ള ഇഷ്ടക്കറിയാണ് അടുപ്പത്തുള്ളത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും അര കഷ്ണം സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ പിന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലോളം വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല, അതിൽ കുറച്ച് കുറവായാലും കുഴപ്പമില്ല. എന്നിട്ടിത് അതൊന്ന് പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഇഷ്ടക്കറി എന്നുള്ളത്. അപ്പോൾ അതിനിപ്പം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറി റെഡി ആയതിന് ശേഷം നമുക്ക് വെള്ളയപ്പം ചുടാനായിട്ട് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു കറി കുറച്ചൊരു വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് കുറച്ചൊന്ന് വറ്റിക്കോളും കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങാണ്, കുറച്ച് കൊഴുപ്പോട് കൂടി ആയിക്കോളും. അപ്പോൾ അത് നമ്മൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിലൊന്നും അങ്ങനെ പറ്റിപ്പിടിക്കൊന്നും ചെയ്യില്ല. പിന്നെ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇതിലൊരു അരമുറി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ തേങ്ങയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റോ അപ്പക്കാരോ അങ്ങനെയുള്ളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ 1-2 തവണ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ വെള്ളയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വെള്ളയപ്പം കേട്ടോ, നല്ല പൂ പോലെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പവും ഇഷ്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചക്കേക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ അത് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുതരും. അപ്പോൾ ഇത് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു അരമുറി പിന്നെ ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ പെപ്പർ ചിക്കൻ ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മഞ്ഞളും മുളകും ഉപ്പൊക്കെ പിടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അലക്കിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് ആറിയിടാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് കുറച്ച് ഡ്രസ്സൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ആറിയിടണം. പിന്നെ ഇപ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. നല്ലപോലെ മഴയൊക്കെ പിടിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ താഴെ അങ്ങനെ മുറ്റത്ത് ഇടാറില്ല തുണിയൊന്നും. പിന്നെ മഴക്കാലം പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? പിന്നെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും രാത്രിയിലാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പോർട്സിൻ്റെ ഒക്കെ കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൻ പോകുമ്പോൾ ഞാൻ ഫോണൊക്കെ കൊടുത്തു വിടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താത്തത്. ഇനിയിപ്പോൾ എന്താ നമ്മുടെ ചിക്കനൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മൺചട്ടിയിലാണ് ഞാനിന്ന് പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടി നല്ല ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് പേസ്റ്റ് ആക്കണമെന്ന് നിർബന്ധമില്ല, അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് വലുതാണ്, അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളത്.
അപ്പോൾ തക്കാളി നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാനിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം ചിക്കനിൽ മുളക് പൊടി പെരക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർക്കാതിരുന്നാലും മതിയാകും. ഇനിയിപ്പം അതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളം പിന്നെ ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് പിന്നെ വഴന്ന് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോൻ പറഞ്ഞു അമ്മ എപ്പോഴും അങ്ങനെയല്ലേ വെക്കുന്നത്, ഒരു ദിവസം ഒന്ന് മാറ്റി ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഞാൻ ഇന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും തന്നെ ചിക്കനിൽ നിന്ന് നല്ലപോലെ ഒന്ന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് വറ്റിക്കണ്ട. പിന്നെ കുറച്ച് പെപ്പർ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്ന എണ്ണ ഞാൻ സവാളയും ഒക്കെ വഴറ്റിയെടുത്തതാണ്. ആ എണ്ണയിലേക്കാണ് ഞാനിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ എണ്ണയിലേക്ക് ഗ്രാമ്പു അതുപോലെ ഏലക്കായ, പട്ട, അതുപോലെ ഒരു തക്കോലം ഇത്രയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് നേരെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരാനാവുമ്പോഴേക്കും ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എങ്ങനെയായി നോക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇനി ഇത് തനിയെ വറ്റിക്കോളും. ഞാൻ ഒരു പിടി മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കുമ്പോൾ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ള ഏലക്കായി, ഗ്രാമ്പു, അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പട്ട, തക്കോല അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രുചിയായിരിക്കും കേട്ടോ. പിന്നെ ഇനി നമുക്കിതൊന്ന് വലിയ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറുന്ന വരെ പിന്നെ ചെറിയൊരു പറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ചൂടാറാനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 2-3 ടീസ്പൂണോളം മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില മുറിച്ച് വെച്ചത് അങ്ങനെ തന്നെ ഞാൻ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് നെയ്ച്ചോറിന് മുകളിൽ ഇടാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മല്ലിയില. അത് ഓർമ്മിക്കാതെ കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ കറിയിലേക്ക് ഇട്ടുപോയി മുഴുവനും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാലഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സവാളയും 1/2 കഷ്ണം ക്യാരറ്റും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് സെർവ് ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മാങ്ങയച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
അപ്പോൾ പെപ്പർ ചിക്കന് കറിയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സവാള വഴറ്റുന്ന സമയത്ത് മുളക് പൊടി ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയാൽ ആ ഒരു എരിവ് കുറച്ചും കൂടെ കുറവുണ്ടാകും കേട്ടോ. കാരണം ഇതിപ്പോൾ നല്ല എരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനൊക്കെ. പിന്നെ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ എരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കനും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഊണായിരുന്നു ഉച്ചക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോ എടുക്കാൻ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി. അതുകൊണ്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.